പക മാത്രമാണ് അയാൾക്കുള്ളത്. അതുപോലെ നമുക്കറിയാം നവകേരള സദസ്സ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാളും എല്ലാ മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരു പഞ്ചനക്ഷത്ര ബസ്സിൽ പോയല്ലോ. ആ പോയ സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ഡിവൈഎഫ്ഐക്കാരെ അടിച്ച് പൊട്ടിച്ചു. 3-4 യൂത്ത് കോൺഗ്രസിലെ പാവപ്പെട്ട പിള്ളേർ വന്നു. അവരെ ക്രിമിനലുകാരായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാർ അവരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് പൊട്ടിച്ചു, അവരുടെ തലയോട്ടി പൊട്ടി. അന്ന് മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട് ഞെട്ടിത്തരിച്ചു പോയതാണ്. നമ്മൾ ഞെട്ടിത്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പകയുടെ രാജകുമാരൻ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? അത് ഡിവൈഎഫ്ഐക്കാരെ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന്. ഇങ്ങനെയുണ്ട്. അതായത് ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തല ചെടിച്ചട്ടി എടുത്ത് അടിച്ച് പൊട്ടിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരു CPM-ന്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും പറയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന്. പകയാണ് അയാളുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ തിളച്ചു മറിയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ തിളച്ചു മറിയുന്ന വികാരം പകയാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്? ഞാൻ ചെയ്യുന്ന കഴിഞ്ഞ 5-5 വർഷങ്ങൾക്കിടയിൽ എത്രയോ മനുഷ്യാവകാശ ലംഘനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എത്രയോ മനുഷ്യാവകാശ ലംഘനം. തൃശ്ശൂരിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ചെവിക്കല്ല് പോലീസുകാർ അടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതല്ലേ.